ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒട്ടും തന്നെ നന്ദിനിയെ വിളിക്കാൻ പറഞ്ഞത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ രഞ്ജിത്താണെങ്കിലോ അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ്. ഇവിടെ അവൾ വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എല്ലാവരും ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ. ഇതേ സമയം ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇവിടെ ഇന്ദ്രജ പറയുകയാണ്, വേദേ ഇവൻ്റെ ഈ പ്രവൃത്തി തീരെ ശരിയല്ല. അപ്പോൾ ഹരിതയോടും പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടൻ എന്താ പ്രശ്നം, നിൻ്റെ ഏട്ടൻ എന്തിനാ അവളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഹരിത വാ എന്തായാലും പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ പോകും വഴി സൂര്യയാണ് കാണിക്കുന്നത്. സൂര്യയാണെങ്കിലോ മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ്. രഞ്ജിത്തില്ലേ, അവൻ്റെ അളിയനായ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു, എല്ലാവർക്കും മുന്നേ നാണം കെട്ടിയിരിക്കുന്നു, അവനൊരു ഫ്രോഡാണ്, അവനെ അങ്ങനെ വിടാൻ പറ്റില്ല, അവന് റാസ്കലാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വിവേകാണെങ്കിലോ ഒരു തുള്ളി മദ്യം, സാധാരണ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു തുള്ളി മദ്യം എനിക്ക് തരാറുണ്ട്, ഇത്തവണ ഇവന് അതും തന്നില്ല, വല്ലാത്തൊരു ജാതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, എടാ നീ എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത്, മദ്യപിച്ചോ, ഒന്നാ കുപ്പി ഇന്നാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാടാ നിനക്ക് എൻ്റെ മനസ്സും വായിക്കാൻ കഴിഞ്ഞത് എന്നിങ്ങനെ വാക്കുകൾ പറയുന്നു കേട്ടോ. അപ്പോഴേക്കും താൻ ആ മദ്യക്കുപ്പി എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ഒറ്റ മദ്യമില്ല. എന്തിനാടാ നീ എന്നെ കളിയാക്കുന്നത്, ഇതിലൊരു ഒറ്റ മദ്യമില്ല. അയ്യോ അതിലെ മദ്യം മുഴുവൻ കഴിഞ്ഞോ, ഞാനത് ഫുള്ള് കുടിച്ചു തീർത്തു എന്ന് സൂര്യ പറയാണ്. നീ ഒരു കുപ്പിയല്ലടാ കുടിച്ചു തീർത്തത്, ഇപ്പോൾ ഒരു കുപ്പിയല്ല, ഒരു ലോറിയിലോട്ട് കയറ്റാനുള്ള അത്ര മദ്യം എനിക്ക് നീ തന്നാലും എനിക്കത് മതി വരില്ല, അത്രയും ദേഷ്യമാണ് എൻ്റെ മനസ്സിലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം യാത്രക്കിടയിൽ കാണിക്കുകയാണ് രഞ്ജിത്തിനെയും അതുപോലെ യതീന്ദ്രനെയും ഹരിത അതുപോലെ പത്മ, ഇവർ നാലാളും ഒരു വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഉടൻ തന്നെ രഞ്ജിത്ത് പറയാണ്, അങ്കിൾ സൂര്യ ഇതുവരെ കണ്ടില്ലല്ലോ, സൂര്യ വിളിച്ചില്ലല്ലോ, സൂര്യ ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരുമോ ഇല്ലെന്ന് അറിയില്ല, അപ്പോൾ സൂര്യ ഒന്ന് വിളിക്കുക. അപ്പോൾ പത്മ പറയണേ, അവനൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നത്. അത് പറ്റില്ല അങ്കിൾ ഒന്ന് വിളിച്ച് നോക്ക് സൂര്യക്ക്, സൂര്യ എപ്പോൾ എത്തും, ഏത് സമയത്ത് എത്തും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അങ്കിളൊന്ന് വിളിക്കുക. ശരി ഓക്കെ ഞാൻ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വിളി തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അങ്കിൾ വിളിക്കുമ്പോൾ ലൗഡ് സ്പീക്കറിൽ വന്നിട്ട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സൂര്യയുടെ ഫോൺ റിങ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യ വിവേകിനോട് പറയണേ, എടാ നീ എന്താണ് അങ്ങനെ നോക്കി നിൽക്കുന്നത്, നിന്നെ അത്യാവശ്യമുള്ള ആരെങ്കിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് നീ ആ വിളിയൊന്ന് എടുക്ക്, ആ ഫോണിന് ഉത്തരം നൽകുക. അത് കേട്ട ഉടൻ തന്നെ, എന്താ സൂര്യ നീ കിടന്ന് ചിലക്കുന്നത്, അത് എൻ്റെ ഫോണല്ല, അത് നിൻ്റെ ഫോണാണ്, എന്തൊക്കെയാണ് നീ പറയുന്നത്, നിൻ്റെ ഫോണല്ല അടിക്കുന്നതല്ല എൻ്റെ ഫോൺ, എൻ്റെ പോക്കറ്റിൽ കിടന്ന് എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടോ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യ ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ ഹലോ എൻ്റെ അച്ഛനാണല്ലോ, അച്ഛനായ പ്രശ്നമാണല്ലോ എന്നിങ്ങനെ താൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ തൻ്റെ അച്ഛനാണ്, താൻ വേഗം ഫോൺ എടുക്കുകയെന്ന് പറയുകയാണ്. അങ്ങനെ എടുക്കുകയാണ്. ഡാഡി ഇടാണെങ്കിൽ ഫോൺ എടുക്കണ്ട, അതായിരിക്കും വിവേക് നല്ലത്, തൻ്റെ അമ്മയല്ലല്ലോ, അമ്മയാണെങ്കിലല്ലേ ഫോൺ എടുക്കാതിരിക്കേണ്ടത്, അച്ഛനാകുമ്പോൾ ഫോൺ എടുക്കാം, അതിന് യാതൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഡാഡിയാണെങ്കിൽ എന്നെ എടുത്തേക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ തൻ്റെ ഫോൺ എടുത്തിട്ട്, ഡാഡി എന്തിനാ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഉടൻ തന്നെ ഇവിടെ രവീന്ദ്രൻ പറയണേ, എടാ മോനെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അതെന്താ നീ മറന്നുപോയോ, നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ നോക്ക് എന്ന് പറഞ്ഞ ഉടനെ, ഇതേ ഡാഡി ഞാനില്ല, ആ റാസ്കലിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ഞാനില്ല, ആ കഴിവേറി ഉണ്ടല്ലോ ആ കള്ളനായ അവൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ഞാനില്ല എന്ന് സൂര്യ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുകയാണ് കേട്ടോ. ഇതേ സമയം രഞ്ജിത്തും ഇത് കേൾക്കുകയാണ്. എടാ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവൻ കളിച്ച കളി കണ്ടില്ല, അവൻ എന്നെ ചീറ്റ് ചെയ്ത് കണ്ടില്ലേ. അത് കേട്ട ഉടൻ തന്നെ, അവൻ ചീറ്റ് ചെയ്തോട്ടെ, അതൊന്നും നീ വിഷയമാക്കണ്ട, അവൻ ചീറ്റ് ചെയ്യുന്നത് എനിക്ക് കാര്യമൊക്കെ ഉണ്ട്, അത് കളിയല്ലേ, കളിയുടെ രൂപത്തിലെടുക്കുക, കളിയുടെ രൂപത്തിലൊക്കെ എടുക്കാൻ എനിക്കറിയാൻ ഡാഡി, പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ്റെ മുഖം കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമാണ്. അപ്പോൾ ഇതൊക്കെ പത്മയും ഹരിതയും കേൾക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിത്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്താടാ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഡാഡി, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ സ്വഭാവം കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനൊരു റാസ്കലാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട്. മോനെ നീ ഒന്ന് ആലോചിക്കണം, നിൻ്റെ പെങ്ങളുടെ വിവാഹമാണ്, നിൻ്റെ പെങ്ങൾക്കുള്ള പുടവ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നീയാണ്, നിൻ്റെ ഉത്തരവാദിത്തമാണ്, അതൊരിക്കലും നീ മറക്കരുത്, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാഡി പറഞ്ഞാൽ പിന്നീട് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചുവിടാൻ എനിക്ക് പറ്റില്ല, നീ എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ ശരി ഡാഡി, എവിടോട്ടാണ് ഞാൻ വരേണ്ടത്, നമ്മളെന്നും പോവാറുള്ള ആ സ്ഥലത്തോട്ട്, അല്ലാതെ എവിടോട്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഇതേ സമയം അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് മനസ്സിലായിരിക്കണം മറ്റുള്ളവർക്ക്. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണം, മോനെ അവന് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കിട്ടിയ അങ്ങനെയാണ് സൂര്യയെക്കുറിച്ച് നീ ഒന്നും വിചാരിക്കരുത് രഞ്ജിത്ത്, അയ്യോ എനിക്കതൊന്നും കുഴപ്പമില്ല, സൂര്യ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് വിഷയമല്ല, അത് വിട്ടേക്ക്, ഞാനത് മനസ്സിലൊന്നും വെച്ചിട്ടില്ല എന്നിങ്ങനെ അവിടെ രഞ്ജിത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇവർ പിന്നീട് കാണിക്കുന്ന ഇവർ മാളിൽ ചെന്നിറങ്ങുന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്തായാലും ഇതൊരു തറവാടി തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചില
ചില കാര്യങ്ങൾ തറവാടി ആയതാണല്ലോ എടുക്കുക. അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ, അല്ല മമ്മി ഡ്രസ്സ് ഇനിയിപ്പോൾ എടുക്കേണ്ട കാര്യം അതെങ്ങനെ കല്യാണത്തിനുള്ളതും കൂടി എടുക്കുന്നുണ്ടോ? ഓ അങ്ങനെയൊന്നും നോക്കണ്ട, നീ എല്ലാവർക്കും എടുത്തോ. അപ്പോഴേക്കും ഹരിത പറയുന്നത്, എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സ് അതിനെന്താ നീ നിനക്കുള്ളത് എടുത്തോ. അപ്പോഴേക്കും ഹരിത പറയണേ, ഹരിതയെ അമ്മ പ്രത്യേകം പരിഗണിക്കുന്നത് കൊണ്ട് എനിക്ക് കല്യാണ പെണ്ണാണെന്നുള്ള ആ ഒരു ഇതൊക്കെ മറന്നുപോയോ? ഇല്ല മോളെ, നിനക്കും വേണ്ടത് എടുത്തോളൂ, എല്ലാവർക്കും ഇത്തവണ ഞാനൊരു പിശുക്കും കാണിക്കില്ല. അപ്പോൾ വിജയ്, ഞങ്ങളെ പരിഗണിച്ചിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ടെന്ന് പറയാം. എന്തായാലും ഇവിടെ നോക്കി നിൽക്കാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണേ. അപ്പോഴേക്കും ഇവിടെ രഞ്ജിത്ത് പറയണേ, എന്താ നന്ദിനി നീ ഇതിലൊന്നും കൂടാത്ത, നീ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞോ. അത് കേട്ടിട്ട് ഹരിതയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഹരിത പറയണേ, രഞ്ജിത്ത് നീ എന്തിനാ അവളെ എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഇത് എൻ്റെ കല്യാണക്കാരിയാണ്, ഞാനാണ് ഇവളെ വിളിച്ചു കൊണ്ടുവന്നത്. ഹരിത നീ ഇതിൽ ആവശ്യമില്ലാത്തതിൽ ഇടപെടണ്ട, നീ കയറിപ്പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം വേദയോട് ഇന്ദ്രജ പറയണേ, അവളോട് വല്ലാത്തൊരു സ്നേഹവും പെരുമാറ്റവും ഒക്കെ അവനുണ്ട്, അത് നിർത്തിയേക്ക്, നിലക്ക് നിർത്തിയേക്ക്, ഞാൻ നോക്കിക്കോളാം ചേച്ചി വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോവാണ്. അപ്പോഴേക്കും വിജയ് പറഞ്ഞു, എന്തായാലും പെണ്ണുങ്ങൾ ഒത്തുകൂടിയായി, ഇനിയിപ്പോൾ പറയാനില്ല, സമയം പോകുന്നത് അറിയില്ല, അവർക്കൊക്കെ ഡ്രസ്സിനോട് പ്രത്യേക ഭ്രമമാണല്ലോ. എന്തായാലും അകത്തോട്ട് കയറാം. നന്ദിനി നീ എന്താ നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ. പിന്നീട് ഇവർ എവിടെയാണ് ഈ പെണ്ണുങ്ങൾക്ക് പുടവ എടുക്കേണ്ടത്, നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ എവിടെയാണെന്ന് അവിടുത്തെ മാനേജറോട് ചോദിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറയുന്നു. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, ഈ പെണ്ണുങ്ങളെ പേടിച്ച് ഓരോ കാര്യങ്ങൾ പൂത്തി വെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വരുന്നതെന്ന് വിജയ് പറയണം. അപ്പം എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഇന്ദ്രജ, എൻ്റെ തമാശ എങ്ങനെയുണ്ട്? ഇപ്പോൾ കൊള്ളായിട്ടില്ല, കൂടുതലായാൽ എൻ്റെ സ്വഭാവം അങ്ങ് അറിയും. അപ്പോഴേക്കും ഉദയം ചോദിക്കുക, എന്താ നീ സ്വകാര്യം പറഞ്ഞത് എന്നിങ്ങനെ വിജയോട് പറയുമ്പോൾ അത് കാര്യമൊക്കെ മനസ്സിലായില്ലേ എന്ന് വിജയ് പറയുന്നു. അങ്ങനെ വിജയുടെ തമാശകളാണ് കേട്ടോ പിന്നീട് തുടരുന്നത്. ഇതേ സമയം നന്ദിനി നീ എന്തെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്ന വാ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ നന്ദിനിയെ വിളിച്ചു കൊണ്ടുവരാൻ കേട്ടോ. പിന്നീട് ഇവിടെ വന്ദനയും പത്മയും ഡ്രസ്സ് എടുക്കുന്ന ആരെങ്കിലും വന്ദനയും പത്മയും ഡ്രസ്സ് എടുക്കുമ്പോൾ പത്മ പറയണം, നിനക്ക് ഇങ്ങനത്തെ സാരികളൊന്നും അവിടെ കിട്ടത്തില്ലല്ലേ? അത് ആര് പറഞ്ഞു? പണ്ടായിരുന്നു അങ്ങനെ വിദേശത്ത് പോയൊന്നും കിട്ടത്തില്ലെന്ന്, ഇപ്പോൾ ഓൺലൈനിലും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. എന്നോടും ഉദയേട്ടൻ പറഞ്ഞു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ, പക്ഷേ എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള സാരികളൊക്കെ കിട്ടും. എന്നാൽ ഈ കളർ നല്ല ചേരുന്നുണ്ട്. ഓക്കെ. അപ്പോഴേക്കും ഇന്ദ്രജയും ഹരിതയും കൂടി കുറേ ഡ്രസ്സുകൾ എടുത്ത് ഡി ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയെ ഒരു ചുമട്ടുകാരിയാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ ഇതൊക്കെ നിൻ്റെ കയ്യിൽ പിടിക്കുകയെന്ന് പറയണേ. എങ്ങനെയുണ്ട് എന്ന് ഹരിത കണ്ണോട് കാണിക്കുമ്പോൾ ഇന്ദ്രജ നന്നായി എന്ന് പറയണേ. അപ്പോഴേക്കും ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ രഞ്ജിത്തും വേദയും കൂടി സാരി എടുക്കുകയാണ്. രഞ്ജിത്ത് ഈ കളർ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തോളിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് വേദയും ഹരിതയും കാണുന്ന നടക്കട്ടെ അവർ നല്ല കുശലും പറച്ചിലാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ വിജയ് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് യതീന്ദ്രന് വരുന്നുണ്ട്. എന്താ മോളെ നീ ഇതെല്ലാം ചുമട്ട് നടക്കുന്നത്, കുറേ കവറുകൾ ഞാൻ പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് യതീന്ദ്രൻ അത് പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ പത്മ പറയണേ, നിങ്ങൾ ഇവിടെയും ആളാവാൻ നോക്കുന്നുണ്ട്, ഇതൊരു കടയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അതുണ്ട്, ഇതൊരു കടയാണ്. ഈ കടയിൽ നിങ്ങളിപ്പോൾ ഇവിടെ സീനുണ്ടാക്കാൻ നിൽക്കാതെ ഓരോരുത്തർ ഇഷ്ടത്തിന് അങ്ങ് നടന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ചയിടുമ്പോൾ അതിനുത്തരം പറയാനാവാതെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ഈ പറയുന്ന യതീന്ദ്രൻ. അങ്ങനെ യതീന്ദ്രൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ നന്ദിനി തന്നെ അതെല്ലാം ചുമക്കുകയാണ്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇവരെല്ലാവരും സാരി എടുക്കുന്ന ആ ഒരു രംഗമാണ്. അതായത് എല്ലാവരും ഇങ്ങനെ സാരി എടുത്ത് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഇവിടെ വിജയ് വന്നിട്ട് പറയുന്നുണ്ട്, യതീന്ദ്രൻ സാറിന് എന്തോ സങ്കടമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഉദയങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഉദയനെ വിളിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ഉദയൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഉദയൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഉടൻ തന്നെ എന്താ യതീന്ദ്രൻ സാർ ഇവിടെ ബോറടി തുടങ്ങിയില്ലേ, ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരാൻ പാടത്തില്ല എന്ന് പറയുന്നത് ഒരുതരം ബോറടിയാണ് എന്നൊക്കെ വിജയ് പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞാൻ മാക്സിമം അത് ആസ്വദിക്കാറുണ്ട് എന്നൊക്കെ യതീന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ വിജയ് പറയണം, അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു പോയൊരു രംഗമുണ്ടോ, എന്തെങ്കിലും ഒരു തിരിച്ചു പോയ രംഗം ഉണ്ടായിട്ടുണ്ട് നല്ല പോലെ ഭാര്യയും ഭർത്താവും ഒത്ത മനസ്സോടുകൂടി? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഉദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ നിൽക്കുന്ന യതീന്ദ്രൻ ഇവൻ ആൾ കൊള്ളാലോ, ഇവനെ ഒരു പുലിയാണല്ലോ. ചില സമയത്ത് എനിക്ക് തോന്നും ഒരാണായി നിൽക്കണമെന്ന്, അതെ ഭാര്യമാരുടെ അടിമയായി നിൽക്കാതെ തിരിച്ച് മറുപടി പറയണമെന്ന്. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, നീ എന്നിട്ട് ഇന്ദ്രജയുടെ അടിമയായിട്ടാണെങ്കിലും നിൽക്കുന്നത്, നിനക്കെന്താ മറുപടി പറയാം? അപ്പോൾ ഉദയം പറയണേ, നിനക്ക് ഇപ്പോഴും അത് ചെയ്തൂടെ? അപ്പോഴേക്കും ഞാൻ ചെയ്യാത്തത് എനിക്കറിയായിട്ടൊന്നുമല്ല, ഇന്ദ്രജ പറഞ്ഞ് അതിന് മറുപടിയും പത്മാൻറ്റി പറഞ്ഞ് അതിന് മറുപടിയൊക്കെ എനിക്ക് പറയാം, പക്ഷേ എൻ്റെ വയറ് വിശപ്പ് കൂടും, എന്നെ റോട്ടിലോട്ട് ഇറക്കി വിടും, പട്ടിണിയാവും ഞാൻ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോഴേക്കും ഇന്ദ്രജയുടെ വിജയ് ഇവിടെ വന്ന് അപ്പോഴേക്കും അയ്യോ ഇന്ദ്രജയെ ഞാനിതെത്തി എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഈ സമയം ഉടൻ തന്നെ അവനൊരു പ്രത്യേക ക്യാരക്ടറാണ്, അവൻ്റെ ക്യാരക്ടർ പറയാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഉദയ് പറയണത് ശരിയാണ്, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാണ്. പിന്നീട് ഇവരെല്ലാവരും ഗ്യാങ് അടിച്ചിട്ടുണ്ട്, ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും സാരി സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കുടുംബം ഒന്നിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഒത്തുകൂടി ഓരോ സാരികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിനിയാണെങ്കിൽ ഒരു സൈഡിൽ തൊഴിലാളിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം അങ്ങോട്ടേക്ക് വിജയ് കയറി വന്നിട്ട് എന്തായാലും സാരി എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പത്മ പറയണേ, എൻ്റെ മകളുടെ കല്യാണമാണ്, അപ്പോൾ കല്യാണപ്പുടവ എത്ര മാസം വേണ്ടി വരും അത് പണിത് വരാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണമെന്ന് ഒരു 2 മാസം. എന്താ ഇത് പറയുന്നത്, 2 മാസമൊക്കെ എന്ന് പറഞ്ഞ് വിജയ് കളിയാക്കുകയാണ്. അപ്പോഴേക്കും മാനേജറോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് പത്മാൻ്റെ എന്താ നമ്മുടെ സൂര്യയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അവനെ അങ്ങനെയൊക്കെ തന്നെയാണ്, അവന് എപ്പോഴാണ് വരെ എന്തെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പത്മ പറയുമ്പോൾ ഉടൻ തന്നെ വിജയ് ആ സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അതെ, ഇവിടെ ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നം എന്തെങ്കിലും ഒന്നും ഉണ്ടായേക്ക് മാനത്തൊന്ന് പൊട്ടി വീഴുന്നത് പോലെ അവനിവിടെ എത്തും. അതാണ് സൂര്യയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത്. ഇതേ സമയം സൂര്യയെ കാണിക്കുന്നുണ്ട്. സൂര്യ കള്ളും കുടിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ വിവേക് പറയുന്നത്, വേണ്ട സൂര്യ, നീ ഈ കോലത്തിൽ പോകണ്ട, അതേ ഈ കോലത്തിലാണ് ഞാൻ പോകേണ്ടത്. ആ പത്മ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ ആങ്ങളക്കും ഭാര്യക്കും എൻ്റെ സ്വഭാവം എന്തെന്ന് അറിയില്ല, ആ സ്വഭാവം ഈ മദ്യത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കണം, അതിൻ്റെ സമയം ഇപ്പോഴാണ്, അത് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവർ കടന്നൽ കൂടിലാണ് കൈയിട്ടിരിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ ഈശ്വര, അവനോട് കളിക്കുന്നത് എന്തിനാ എന്ന് വിവേകും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.